ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജം പകർന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ വേദികളിലേക്ക് എത്തുമ്പോൾ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും മറ്റന്നാൾ ജനവിധി തേടും. MG മിഥുൻ തുടരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പ്രമുഖർ ഏറ്റുമുട്ടുന്ന നാലാം ഘട്ടം, എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷ? ആര്യ, തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നും തന്നെയാണ് ആന്ധ്രാപ്രദേശ്, ഒപ്പം തന്നെ തെലങ്കാന എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ തന്നെ നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രചാരണത്തിന് സജീവമാകുന്ന നമ്മൾ കാണുകയും ചെയ്തതാണ്. പലകുറി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ അദ്ദേഹം പ്രചാരണത്തിനെത്തുന്നത് നമ്മൾ കണ്ടു. ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നമുക്ക് BJPയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെയും ഒപ്പം തന്നെ TDPയുടെയും ഒരു നേർക്കുന്ന പോരാട്ടമാണ്. ഒപ്പം തന്നെ അവിടെ നേരത്തെ മുൻകാലങ്ങളൊക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ YS ശർമിളയുടെ ഒരു നേതൃത്വത്തിൽ തിരിച്ചുവരവിന് ഉള്ള ഒരു പാതയിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അവിടെ ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ മുഴുവൻ സീറ്റുകളിലും ജഗൻമോഹൻ റെഡ്ഡിക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. TDPക്ക് വലിയ ശക്തി മേഖലയുള്ള പ്രദേശം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഇത്തവണ TDPക്കൊപ്പം ജനസേനയും ഒപ്പം തന്നെ BJPയും ഈ മൂന്ന് പാർട്ടികളും സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇവിടെ NDA വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ NDA നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. തെലങ്കാനയിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ്. അവിടെ NDAക്ക് 4 സീറ്റുകൾ സ്വന്തമായിരുന്നു. സമീപകാലത്തെയൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. തിരികെ ഭരണത്തിലേറാൻ കോൺഗ്രസിന് തെലങ്കാനയിൽ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 17 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനാവുന്നുള്ള ശുഭപ്രതീക്ഷ ഈ ഇന്ത്യ അലയൻസിനുണ്ട്. അവിടെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രചരണം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊക്കെ തന്നെ അവിടെ സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം തന്നെയാണ് ഈ ഒരു രണ്ട് സംസ്ഥാനങ്ങളും എന്നുള്ളത് തന്നെയാണ്. അവിടെ എന്തായാലും ഇരു പാർട്ടികളെ സംബന്ധിച്ചും അവിടെ അവരുടെ ശക്തി പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും BJPയെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നിലം തൊടിയിക്കില്ല എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുമുണ്ട്. അതൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും 4 സീറ്റുകൾ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ BJPക്ക് സ്വന്തമായിരുന്നു. ഇത്തവണ അത് കൂടുതൽ ഉണ്ടാകും, 2 അക്കത്തിലേക്ക് കടക്കും എന്നുള്ളൊരു പ്രഖ്യാപനം NDAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും വലിയ വാശിയേറിയ പ്രചാരണം ആണ് ഇന്ന് അവസാനിക്കാനിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് മത്സരരംഗത്തേക്കുണ്ട്. ഒപ്പം തന്നെ UPയിലും മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും ഒക്കെ തന്നെ ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കും. 4ാം ഘട്ടത്തിന്റെ മറ്റന്നാൾ ജനവിധി വേടുന്ന പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. യൂസഫ് പട്ടാൻ അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, സ്പോർട്സ് താരങ്ങളൊക്കെ തന്നെ ഈ തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളൊരു പ്രത്യേകത കൂടി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവിടെ ശക്തിയേറിയുള്ള വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിലടക്കം തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയൊക്കെ തന്നെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഇരു മുന്നണികളും തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വൈകിട്ട് 6 മണിയോടുകൂടി ഈ മേഖലകളിലൊക്കെ തന്നെ പരസ്യ പ്രചരണം അവസാനിക്കും. 1755ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എന്തായാലും മറ്റന്നാൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ജനവിധി തേടും. ശരി, MG മിഥുനാണ് ദേശീയ വാർത്തകളുടെ സമഗ്ര ചിത്രം നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാന